കേസുണ്ടെന്ന് എനിക്കും നിഗമനമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കേസില്ലാന്നാണോ ഞാൻ പറയുന്നത്? എല്ലാം രാഷ്ട്രീയമോ എന്നതായിരുന്നു ചോദ്യം. എല്ലാം രാഷ്ട്രീയമാണ്. എല്ലാം രാഷ്ട്രീയമാണോ എന്നുള്ള അതാണ് പറയുന്നത്. നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അതിങ്ങനെ ഒരു സൈഡിൽ ഒരു ഗോൾ പോസ്റ്റിൽ കൊണ്ട് ചേർക്കണം, എന്നിട്ട് നിങ്ങൾ അതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുക. എല്ലാ രാഷ്ട്രീയമാണോ രാഷ്ട്രീയ പ്രക്രിയ തുടങ്ങി. ഇപ്പൊ വീണ വിജയനിൽ മാത്രം അന്വേഷണം. കളി നിയമത്തെ ചോദ്യം വാലിഡായ റീസൺ ഉണ്ടാവണം. നമ്മൾ എന്താ ചോദ്യം ഇട്ടിരിക്കുന്നത്? എല്ലാം രാഷ്ട്രീയമോ എന്ന് പറഞ്ഞാൽ എല്ലാം രാഷ്ട്രീയമാണോ? എല്ലാം രാഷ്ട്രീയം. ഇതിനകത്തൊരു കഴമ്പില്ലേ? ഇതിനകത്ത് ഒരുപാട് കേസുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രോസസ്സ് കേസുണ്ടോ ഇല്ലയോ അരുൺ ഇങ്ങനെ എടുക്കും. അതായത് ഇതിനകത്തൊരു കേസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പ്രോസസ്സ് മുഴുവൻ രാഷ്ട്രീയമാണ്. ഇപ്പൊ നടക്കുന്ന 3 അംഗ അന്വേഷണം, 4 അംഗ അന്വേഷണം, ഇപ്പൊ ഉണ്ടാക്കുന്ന SFI അന്വേഷണം എല്ലാം രാഷ്ട്രീയമാണ്. അപ്പൊ ഇതിലൊരു കേസുണ്ട് എന്ന് അങ്ങ് സമ്മതിക്കുന്നു? കേസ് രാഷ്ട്രീയമാണ്. മനസ്സിലായില്ല. മനസ്സിലാത്ത എന്നോട് അങ്ങോട്ട് ചോദിക്കാല്ലേ? അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്തൊരു കഴമ്പുണ്ടോ? ഈ ഒരു വിഷയത്തിൽ ദുരൂഹതയുണ്ടോ? ഇടപാടിലെ ദുരൂഹത ഞാൻ ആദ്യ ദിവസം മുതൽ പറയല്ലേ. ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വ്യക്തമായി ചോദിക്കാം. അതായത് CMRലും എക്സാലോജിക്കും CMRലും രാഷ്ട്രീയ നേതാക്കളും CMRലും KSIDCയും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദുരൂഹതയുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണോ? അല്ല, അതെങ്ങനെയാണ് അങ്ങനെ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രമേ ആ കാര്യത്തെ ഞാൻ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അല്ലല്ല, അങ്ങനെ അല്ലല്ലോ. അത് തർക്കിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ CMRL വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വരുന്ന പ്രോസസ്സ്, അതായത് ROCയുടെ അന്വേഷണം, അതിനോടൊപ്പം തന്നെയും ഇല്ല അങ്ങനെ പോകാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു പരിപാടിയില്ല. ഒരിടവേളയില്ല. ഇത് പൂർത്തിയാക്കിട്ട് പോയാൽ മതി. അതായത് ഈ പറയുന്ന പ്രോസസ്സ് ഇപ്പോ ROCയുടെ 3 അംഗ അന്വേഷണ കമ്മീഷൻ, 4 അംഗ അന്വേഷണ കമ്മീഷൻ, ഇപ്പോ വന്നിരിക്കുന്ന ഈ പറയുന്ന SFIയുടെ ഇടപെടൽ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അപ്പോൾ ഏത് അന്വേഷണമാണ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന അഭിപ്രായത്തിലേക്ക് എത്തിക്കുക? രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത അന്വേഷണം വേണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് ചോദിച്ചു. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലാതിരിക്കണമെങ്കിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് തന്ന പണം, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് തന്ന പണം, നിങ്ങൾക്ക് പോലീസുകാർക്ക് തന്ന, നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർ, അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ആദായ നികുതി ഇളവും നൽകരുതായിരുന്നു. 20,000 രൂപയിൽ കൂടുതലുള്ള പണം ബാങ്ക് മുഖേന അല്ലാതെ രാഷ്ട്രീയക്കാരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്മൃതി, രാഷ്ട്രീയക്കാരന് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കും കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് നിങ്ങൾ എങ്ങനെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇളവ് നൽകിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി നൽകുക? അപ്പോൾ അവര് ആ നിലയിൽ ആ വിഷയത്തെ കാണുകയും ഇത് ക്രിമിനൽ കേസായി അന്വേഷിക്കേണ്ട വിഷയമാണ് എന്ന് SFIയോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാകുമെന്ന് ഞാൻ കരുതുമായിരുന്നില്ല. ശരി എന്ന് പറഞ്ഞാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കാര്യത്തിലാണ് അങ്ങേക്ക് വിയോജനക്കുറിപ്പുള്ളത്. ROCയുടെ കാര്യത്തിൽ വിയോജിപ്പില്ലല്ലോ. അതായത് ROCക്ക് ഈ കേസ് അന്വേഷിക്കാമല്ലോ. ഈ കമ്പനി അഫയേഴ്സ് 210 പ്രകാരം ഇതിനകത്തൊരു ദുരൂഹമായ ഇടപാട് നടന്നിട്ടുണ്ട്. അത് കമ്പനി ROCക്ക് അന്വേഷിക്കാൻ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു കുറ്റപത്രം അവിടെ ഉണ്ടല്ലോ. ആ കുറ്റപത്രത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ആ കുറ്റപത്രം എഴുതി ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ SFIO അന്വേഷിക്കുന്ന കേസിന്റെ പരിധിയിൽ നിന്ന് ഈ രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കുന്നു എന്നുള്ള എന്ത് സൂചനയാണ് അങ്ങേക്കുള്ളത്? കാരണം അവര് ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നു പ്രോസിക്യൂഷനിൽ. പ്രോസിക്യൂഷനിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നു. പറ്റിയോ സാറേ?
അങ്ങനെയാണ് ആ വാചകം. സർ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലേ അത്? അങ്ങനെ പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസിന് IT വകുപ്പിന് എങ്ങനെയാണ് പ്രോസിക്യൂഷൻ കൊടുക്കാൻ പറ്റുക? ഇനി വേറൊരു കാര്യം, അത് അരുൺ പറയുന്നത് പോലെ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശാലമായി അന്വേഷിക്കുകയാണെങ്കിൽ, SFIO വിശാലമായി അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ വേറെയും പ്രശ്നങ്ങളുണ്ട് അരുൺ. അതായത് ഇതിനകത്ത് BJP കാരനില്ല. അപ്പൊ UDF കേരളം ഭരിച്ചിട്ടില്ല. കേരളം ഭരിക്കാത്തോണ്ടെന്നല്ല, ചില്ലറ കേസുകളിൽ നിങ്ങൾ പിടിക്കുകയാണ്. അതായത് ജന്മഭൂമി എന്ന് പറയുന്ന ഒരു പത്രത്തെ അറിയാമോ? അറിയാം. ജന്മഭൂമിക്ക് പണം കൊടുത്ത കാര്യം അറിയാമോ? എനിക്കറിയില്ല. ജന്മഭൂമിക്ക് പണം കൊടുത്ത കാര്യത്തിലാണ് അവിടുന്ന് ഹരിയസ് കർത്ത ചാടിയത് എന്ന് അറിയാമോ? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കാര്യം അറിയാമോ? ഇല്ല, ഇതൊന്നും അറിയില്ല. അപ്പോ ഈ പറയുന്ന തെളിവല്ലല്ലോ. ഹരിയസ് കർത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ലേ? അപ്പോൾ ഹരിയസ് കർത്ത പറഞ്ഞു ഇങ്ങനെയൊക്കെ പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ എഡിറ്റർ ആയിട്ടുള്ള അതിൻ്റെ ചുമതലക്കാരനായ ഹരിയസ് കർത്ത പുറത്തേക്ക് ഇറങ്ങാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാതെ നിങ്ങൾക്ക് ഈ പറയുന്ന വീണാ വിജയൻ്റെ 3 കൊല്ലത്തെ 1.72 മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണെങ്കിൽ മുഴുവൻ രാഷ്ട്രീയമാണെന്നേ. ശരി, അപ്പോൾ മുഴുവൻ രാഷ്ട്രീയമാണ് എന്ന് MV നികേഷ് കുമാർ. മുഴുവൻ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമുണ്ട്, പക്ഷേ ഇതിലൊരു കേസുമുണ്ട് എന്ന് ബാക്കി 3 പേർ. Meet the editors.